ഹായ് എവരിവൺ. ഇന്നും ഞാൻ കുറച്ച് മീഷോ പ്രൊഡക്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതും അതുപോലെ തന്നെ വളരെയധികം അഫോർഡബിൾ പ്രൈസിന് വാങ്ങാൻ പറ്റുന്നതുമായ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കണ്ട. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഇപ്പോൾ ദിവാലി സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിൽ പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സമയം തന്നെയാണിത്. ഞാനിവിടെ റിവ്യൂ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കിച്ചണിലേക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതും വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് വാങ്ങിയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ ഒരു പ്രൊഡക്റ്റാണ്. 5 ലെയർ ഗ്രാനൈറ്റ് കോട്ടിങ്ങോടുകൂടി 6 പീസായിട്ട് വരുന്ന ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റാണിത്. ഇതിൽ 24 സെൻറ്റിമീറ്ററിൽ വരുന്ന കടായി പാൻ, തവ പാൻ, ഫ്രൈ പാൻ വിത്ത് ഗ്ലാസ് ലിഡ്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു മിൽക്ക് പാനും തട്ക പാനും കൂടെ വരുന്നുണ്ട്. ഇംബെക്സ് എന്ന ബ്രാൻഡിൻ്റെ മികോ എന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു 6 പീസ് ഹൈ ക്വാളിറ്റി കുക്ക് വെയർ സെറ്റാണിത്. പ്രീമിയം ക്വാളിറ്റി അലൂമിനിയത്തിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കുക്ക് വെയർ സെറ്റ് ഹൈ ഗ്രേഡ് നോൺ സ്റ്റിക്ക് ഗ്രാനൈറ്റ് കോട്ടിങ്ങിലാണ് വരുന്നത്. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയും ആൻറ്റി സ്കിഡ് ഗ്ലാസ് ലിഡും ആണ് വരുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ വന്നിട്ടുള്ളതും ഹീറ്റ് പ്രൂഫ് ആക്കിയിട്ടാണ്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ പെയിൻറ്റും അതുപോലെ ക്വിക്ക് ഹീറ്റിംഗ് ആയിട്ടുള്ള ഇൻഡക്ഷൻ ബേസും ഇതിൽ വന്നിട്ടുണ്ട്. 4.2 സ്റ്റാർ റേറ്റിംഗ് കസ്റ്റമർ ഫീഡ്ബാക്ക് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ടും വേർത്തിയാണ്. എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഇതുവരെയും ഒരു കംപ്ലയിൻസും വന്നിട്ടില്ല. അതുമാത്രമല്ല 2000-ന് മുകളിൽ റേറ്റ് ഉണ്ടായിരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1555 എന്നൊരു ഓഫർ പ്രൈസിലാണ് ഇതിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. മീഷോയിൽ ഈ പ്രൊഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാനിതിൽ ഫ്ലിപ്കാർട്ടിൻ്റെയോ ആമസോണിലെയോ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. ആവശ്യമുള്ളവർ വേഗം തന്നെ കയറി പർച്ചേസ് ചെയ്തോളൂ. അത്രയും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഓഫർ ഒട്ടും തന്നെ മിസ്സാക്കണ്ട. അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇതും ഒരു മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതും നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് നമ്മുടെ ഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാങ്ങറാണ്. ഈ ഒരു ഹാങ്ങർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മതിലിലും ഡോറിലും ഒന്നും ആണിയടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഡോറിലൊന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റീലിലാണ് വരുന്നത്. കസ്റ്റമർ ഫീഡ്ബാക്സിൽ 4.1 റേറ്റിംഗ് ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റിൽ 206 രൂപയ്ക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 229 രൂപയ്ക്കും അവൈലബിൾ ആണ്. ഇത് 2 പീസായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഓരോന്നിലും 6 ഹൂക്ക് വീതമാണുള്ളത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 ഹോൾസ് വീതമുണ്ട്. അതിലേക്ക് നമ്മളിത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് നമുക്ക് കിച്ചണിലേക്കും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. കിച്ചൺ കബോർഡ്സിൻ്റെ ഡോറിൽ ഇത് ഹാങ് ചെയ്ത ശേഷം ലോങ് ഹാൻഡിൽസ് ഉള്ള പാത്രങ്ങളൊക്കെ ഇതിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കിച്ചണിലെ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ മുടക്കുന്ന ക്യാഷിന് നല്ല വർത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാനിതിവിടെ രണ്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്തെടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ഇനി ജസ്റ്റ് ഡോറിലൊന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ലൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതും കിച്ചണിലേക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ 7 സെക്ഷനിൽ വരുന്ന ഒരു മൾട്ടിപർപ്പസ് മസാല ബോക്സ് ആണ്. ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബോക്സിനുള്ളിൽ 7 സെക്ഷനായിട്ട് 7 പീസ് ഓപ്പൺ ബോക്സസ് വരുന്നുണ്ട്. ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഇമേജിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ നമുക്കിതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്പൈസസോ അതുപോലെ തന്നെ പൊടികളോ ഒക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഈ ചെറിയ പാർട്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഒറ്റ ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ഫ്രിഡ്ജിലും യൂസ് ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. ഇത് കിച്ചൺ യൂസിന് മാത്രമല്ല, നമുക്കിതൊരു ജ്വൽ ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ സെക്ഷനുകളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുമെന്ന് തോന്നുന്ന ബ്രേസ്ലെറ്റ്സോ കുഞ്ഞു കുഞ്ഞു ഇയർ റിങ്സോ ഒക്കെ നമുക്കിതിൽ സൂക്ഷിക്കാനും പറ്റും. കസ്റ്റമർ ഫീഡ്ബാക്കിൽ 4.2 സംതിങ് റേറ്റിംഗ് വരുന്ന ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കോംബോ ഓഫറിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മിസ്സാക്കണ്ട. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. 3 സെക്ഷനുകളായിട്ട് വരുന്ന ഒരു സ്പൂൺ ആൻഡ് ഫോർക്ക് ഹോൾഡറാണ്. എസ്തെറ്റിക് കിച്ചണൊക്കെ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ദിവാലി ഓഫർ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയം നമുക്ക് കിച്ചണിലേക്ക് ഒരുപാട് നല്ല നല്ല പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റിയിട്ടുള്ള ടൈം തന്നെയാണിത്. പാക്കേജിംഗ് ഒക്കെ നല്ലതായിരുന്നത് കൊണ്ട് തന്നെ ഡാമേജ് ഒന്നും വന്നിട്ടുമില്ല. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നല്ലൊരു ഫിനിഷിങ്ങോടുകൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ്.
കസ്റ്റമർ ഫീഡ്ബാക്സിൽ 4.2 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. കിച്ചണിലേക്ക് നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ എപ്പോഴും സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മിസ്സാക്കാതെ വാങ്ങിക്കോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിന് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ 162 രൂപയും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 197 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് എന്തുകൊണ്ടും വേർത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം സ്പൂണും ഫോർക്കും ഒക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനിതിൽ എന്തായാലും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കുറവുള്ളവർക്ക് നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡാണിത്. നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പഞ്ചസാര, തേയില, കോഫി പൗഡർ ഇതൊക്കെ ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് ഭയങ്കര എളുപ്പമായിരിക്കും. കസ്റ്റമർ ഫീഡ്ബാക്സിൽ 4.2 സംതിങ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ്. നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഈ ഒരു ഓയിൽ ബോട്ടിലാണ്. ഇത് ബ്രഷോട് കൂടിയാണ് വരുന്നത്. ഇതിൽ വരുന്ന ഈ ഒരു ബ്രഷ് സിലിക്കൺ ആണെങ്കിലും ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. സിലിക്കൺ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ വരുന്നതോ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ക്വാളിറ്റി വൈസ് ഈ ഒരു ബോട്ടിൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണെങ്കിലും ക്വാളിറ്റി തീരെ കുറവാണ്. ഇതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റമർ ഫീഡ്ബാക്സ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക. അതിൽ 4 സ്റ്റാറോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില പ്രോഡക്ട്സിന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡാമേജ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഓർഡർ ചെയ്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡാമേജ് ആയി വന്നതിന് ശേഷം റിട്ടേൺ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.